അങ്ങനെ കന്യാകുമാരി മുഴുവൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തെങ്കാശിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ താമസിച്ച ഹോട്ടലാണ്. രാജാ പാലസ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് വരുന്നത്. അപ്പോൾ കന്യാകുമാരിയിൽ നമ്മൾ തെങ്കാശിയിലേക്ക് പോകുന്ന വഴിക്ക് റോഡിൽ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് വിൻമിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയാണ് ഫുഡ് കഴിച്ചിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് തന്നെയായിരുന്നു. ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് നല്ല അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള അമ്പലങ്ങളും ഒക്കെ കാണുന്നത്. നമ്മൾ അതിനുശേഷം പോയെന്ന് വെച്ചാൽ കുറ്റാലം വാട്ടർഫോൾസിലായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കാര്യം ശബരിമല സീസൺ ആയിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പം ഭക്തന്മാരൊക്കെ അവിടെ വന്ന് കുളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുരങ്ങിൻ്റെ ശല്യമാണ്. കാര്യം നമുക്ക് ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തെങ്കാശി ബോർഡർ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു കാണുന്ന ഫ്രൂട്ട്സ് കടകൾ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു ഫ്രൂട്ട്സ് കടയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. നമ്മളിവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള പഴങ്ങളാണ് ഇവിടെ ഉള്ളത്. അതായത് മാംഗോ ആണെങ്കിലും മറ്റുള്ള ഫ്രൂട്ട്സുകളാണെങ്കിലും ഒരുപാട് വെറൈറ്റീസും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് വേണം പറയാൻ. അത്യാവശ്യം നല്ല രീതിയിൽ വിലക്കുറവുള്ള ഒരു കടയും കൂടെ ആയിരുന്നു ഇത്. അങ്ങനെ ഞങ്ങളുടെ കന്യാകുമാരി തെങ്കാശി യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയും ഇതുപോലുള്ള ട്രാവൽ വീഡിയോസായിട്ട് വരും. അപ്പം അതുവരെ ബൈ ബൈ.